ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനകത്തൊക്കെ ഞാൻ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, കമൻസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ 3 പേരാണല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോസ്മി എന്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കായിരുന്നു, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. മാത്രമല്ല ചില വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ സ്വാഭാവികമായിട്ടും കമൻസ് എല്ലാവരുടെയും ഏത് വീഡിയോസിൻ്റെ ആണെങ്കിലും ഇടയിൽ നെഗറ്റീവ് കമൻസ് ആണെങ്കിലും പോസിറ്റീവ് കമൻസ് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ അത് നമ്മുടെ വീഡിയോസിനകത്തും അങ്ങനെ ഒരു കമൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വിഷമിച്ചായിരുന്നു ആ വീഡിയോസ്, ആ കമൻസൊക്കെ കണ്ടിട്ട്. പിന്നെ ചിലരുടെ വിവരക്കേട് കൊണ്ട് ചിലർ ചെയ്യുന്ന ആ കമൻസ് നമ്മളിനി അവരെ പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. അവർ സ്വയമേ തിരുത്താമെങ്കിൽ അവർക്ക് തന്നെ നല്ലതായിരിക്കും. അതല്ല അവർ വീണ്ടും വീണ്ടും ആ വിവരക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ നമ്മുടെ ആളല്ല, കണ്ടിന്യൂ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ജോസ്മി ഇല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് അന്ന് വയ്യാഴിക അന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് വയ്യാഴിക ആയിട്ടുണ്ടായിരുന്നു. അവൾ അന്നില്ലായിരുന്നു. ഞാനും ഗ്രീഷ്മ ചേച്ചിയും ഷീന ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കായിരുന്നു, ഞങ്ങൾ ഡ്യൂട്ടീസൊക്കെ ആയിരുന്നു. അപ്പം ഇനിയുള്ള ഒരു 7-8 ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉർലോബ് സമയം തന്നേക്കുക. അപ്പോൾ ഇനി കുറച്ച് ദിവസം അതെ, B2-ൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനുള്ള സമയം അവർ തന്നേക്കുവാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾക്ക് 22 ദിവസം ഉർലോബുണ്ട്. അപ്പം ആ ദിവസം നമുക്ക് പഠിക്കാൻ B2 22-ാം തീയതി ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തുവാ B1-ൻ്റെ റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്. പിന്നെ 22 ദിവസത്തിൻ്റെ നമുക്ക് എന്ന് വരിക ഉർലോബിൻ്റെ 17 വരെ ഞങ്ങൾക്ക് ഉർലോബ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുകയോ എവിടെയെങ്കിലും പോയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ ഫ്രീ ആണ്. അപ്പം അത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ മഴയാണ് ഇവിടെ കേട്ടോ. ഇവിടെ മഴ, ഭയങ്കര മഴയായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും. അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ പോലെ മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മഴ, വെയിൽ വന്ന് തുടർച്ചയായിട്ട് വെയിൽ, അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇടയ്ക്ക് മഴ വരും, അപ്പോൾ തന്നെ വെയിലും വരും. ചേച്ചി ഇവിടെ ഭയങ്കര എടുത്താണ്. പിന്നെ ഇന്നല്ലേ ഞങ്ങളിപ്പോൾ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. ജോസ്മിയുടെ ചായയായിരുന്നു, സോറി. ഇല്ല, ഗ്ലാസ് കൊണ്ട് പേടിക്കണ്ട. ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ ഇത്ര വലുതാണ്. കേട്ടോ. ഇവിടുത്തെ ഗ്ലാസ് കൂട്ടത്തിലാണ് ചായ കുടിക്കുന്നത്. ഞങ്ങൾ മേടിച്ച ഗ്ലാസ് അല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കാര്യമായി, ഗ്ലാസ് നിറച്ച് ചായ കുടിക്കാൻ പറ്റും. പിന്നെ പോപ്കോൺ ഉണ്ട്, ചീസ് ബോൾ തുറക്ക്, ചീസ് ബോൾ ഇല്ലട്ടെ, ചീസ് ബോൾ. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാണ് B2 B1 ക്ലാസ് എവിടെയായിരുന്നു നിങ്ങൾക്ക്, ട്രിവാൻഡ്രം പാളയത്താണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും കൊച്ചി ഗോയത്തേലായിരുന്നു. 3 പേർക്ക്. ഗ്രീഷ്മ ചേച്ചിയും കൊച്ചി ഗോയത്തേലായിരുന്നു. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞങ്ങളുടെ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ മതി. പഠിക്കാൻ സെക്ഷനാണ്. അവിടുത്തെ കൊച്ചിയിലെ ഗോയത്തിലായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾക്ക് ആർക്കും ട്രിവാൻഡ്രത്തെ സെൻറ്റർ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രം സെൻറ്റർ കിട്ടിയിട്ടുള്ള പിള്ളേരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ കൊച്ചിയിലാണ് പഠിച്ചത് കേട്ടോ. പിന്നെ ഏത് ബാച്ചാണെന്ന് ചോദിച്ചത്. ഞങ്ങൾ സെക്കൻഡ് ബാച്ചായിരുന്നു, ട്രിപ്പിൾ വിന്നിൻ്റെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന മീൻസ് ഞങ്ങളുടെ ബാച്ചിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പേർക്കൊക്കെ എക്സാം കഴിഞ്ഞു, കുറച്ച് പേർക്കൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേർക്ക് ഇനി ക്ലാസ് തുടങ്ങാൻ പോകുന്നു. അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ പോയി ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട് B2-ന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ബുക്കൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷെ ബുക്കൊക്കെ ഇവിടുത്തെ നാട്ടിൽ വില വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതലാണ് കേട്ടോ. നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. ബുക്ക് നമുക്ക് എന്താണെങ്കിലും ആവശ്യമാണല്ലോ. ഇന്ന് ഞങ്ങൾ ബുക്കൊക്കെ പോയി മേടിച്ചു കുറച്ച്.
ഷീന ചേച്ചി പൗച്ചൊക്കെ മേടിച്ചില്ലയോ? ഉം. പൗച്ചും പേനയും സ്കെയിലും പെൻസിലും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെന്തുവാ പിന്നെ പഠിക്കാൻ നാട്ടിൽ കിട്ടുന്ന 50 രൂപയുടെ പേന ഏകദേശം ആ റേറ്റിൽ ഉള്ളൂ ഇവിടെ. ഇത് അതിന് എത്ര ഉള്ളൂ? നാട്ടിൽ 50 രൂപയാണ്, ഇതിന് 55 സെന്റ് അല്ലേ? അത്ര വേണ്ടല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ പേന കുഴപ്പമില്ല, പല കളറുള്ള പേന. പല കളറുള്ള പേനയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒന്ന് വിട്ടുപോയിരുന്നു പഠിക്കും. എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാൻ. അതെ, ഇത് കഴിഞ്ഞാണ്ട് അനാർക്കിന് ക്ലാസ് തുടങ്ങും. അതെ, B2ന്റെ ക്ലാസ് 3 മാസം വലിയ നവംബറിൽ നമുക്ക് കഴിയും. നവംബർ കഴിഞ്ഞിട്ട് പിന്നെ അനർക്കനൂവിൻ്റെ ക്ലാസ് തുടങ്ങുന്നതാണ്. ഇപ്പം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവർ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ പഠിക്കാൻ പാടാണോ എന്നൊക്കെ ചോദിച്ചു. പാടാണ് സത്യത്തിൽ. നമ്മളൊരു പുതിയ ഭാഷ പഠിച്ചെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ചിലർ ഞങ്ങൾക്ക് ഓൺലൈനായിരിക്കും, അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ, ഓഫ്ലൈൻ ക്ലാസ് അല്ല. പിന്നെ ചിലരൊക്കെ നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോസൊക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെയുള്ള നല്ല കമൻസിനൊക്കെ താങ്ക് യു. പിന്നെ ഇനിയും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതെ, നെഗറ്റീവ് കമന്റ്സ് നമ്മൾ അങ്ങനെ ഒരാളൊരു നെഗറ്റീവായിട്ടുള്ള കമന്റ് ഇടുമ്പോൾ ആലോചിക്കുക, എന്തിനാ അത് ഇട്ടോണ്ട്. ഇപ്പം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ എന്തോ പ്രയോജനം അങ്ങനെ ഇട്ടതുകൊണ്ടല്ലയോ? അങ്ങനെ ഇട്ടുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ വിവരക്കേട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് കൊണ്ട് അത്രേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ വേറെ എന്തോ പറയാനുള്ളത്, കുറേ പേരൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ആദ്യത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 1 മാസമൊക്കെ ആയിട്ടുള്ളായിരുന്നു. അന്നേരമായിരുന്നു ഞങ്ങൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റവ കിട്ടുന്നതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ കുറച്ച് പേരൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റവ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും എന്നൊക്കെ. അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. താങ്ക് യു, ഇൻഫർമേഷൻ തന്നതിനും താങ്ക് യു. ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുറേ പേരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനെല്ലാം താങ്ക് യു. റവ നമ്മൾ കണ്ടായിരുന്നു, അതിന് വില 3.29 സെന്റ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. പിന്നെ ജാക്കറ്റിൻ്റെ കാര്യം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 2 യൂറോയുടെ ജാക്കറ്റ് കിട്ടിയെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിടുന്ന ജാക്കറ്റ് ഞാൻ നിങ്ങളെ വേണമെങ്കിൽ കാണിക്കാം. ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് വരട്ടെ. ഇങ്ങനെ ഇവിടെ ജാക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മൾ മേടിച്ച പറഞ്ഞോളൂ. അതിന്റെ വീഡിയോ നീ എടുത്തില്ലായിരുന്നു, ആ ജാക്കറ്റിന്റെ ഷോപ്പിനൊക്കെ? അല്ല, അന്ന് ആ ജാക്കറ്റിൻ്റെ തീർന്നു പോയായിരുന്നു. 2 യൂറോയുടെ ജാക്കറ്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ജാക്കറ്റ് ഉണ്ടല്ലോ, ഇത് 2 യൂറോയുടെ ജാക്കറ്റാണ്, പഫർ ജാക്കറ്റ്. ഞാൻ ഇവിടുന്ന് യൂറോ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ ഈ ജാക്കറ്റ്. അപ്പം എൻ്റെ അടുത്ത് ചിലർ അന്നത്തെ ആ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് 2 യൂറോയുടെ ജാക്കറ്റ് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെയുള്ള രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 യൂറോ മുതലുള്ള ജാക്കറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് ചെന്നൈൻ്റെ അന്ന് എനിക്ക് ഈ ജാക്കറ്റ് 2 യൂറോയ്ക്കാണ് ഇത് കിട്ടിയത്. ഇത് ഞങ്ങളത് ചോദിച്ചത് മീൻസ് ഉപയോഗിച്ച സാധനങ്ങൾ ആൾക്കാർ ഉപേക്ഷിച്ചത് എടുത്ത് വെച്ചേക്കുന്നതാണോ എന്നുള്ളത് ഞങ്ങളത് രണ്ടാമത് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫാക്ടറി റിജക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഗബ്രൗക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും അവർ വെക്കുന്നുണ്ട്. ഫാക്ടറി റിജക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നൂല് പൊട്ടിയതോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവർ അത് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കടയാണിത്. അപ്പം അവിടെ നിന്നാണ് ഇത് കിട്ടിയത്. പിന്നെ വേറെ അതാ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. പിന്നെ വേറെ വിശേഷം എന്തുവാ, ഫുഡിൻ്റെ കാര്യം. പിന്നെ എല്ലാ ഫുഡും നിങ്ങൾക്ക് എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണോന്ന്, എല്ലാ ഫുഡും അവൈലബിൾ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ അവൈലബിൾ. നാട്ടിലെ പച്ചക്കറിയൊക്കെ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഏഷ്യൻ മാർക്കറ്റിൽ പോകണം. ഏഷ്യൻ മാർക്കറ്റിൽ. പിന്നെ നെറ്റ് ഓയിലൊക്കെ പച്ചക്കറികളൊക്കെ ഒരുമാതിരിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പൗഡർ ഐറ്റം കിട്ടണമെങ്കിൽ മലയാളി കട എന്ന് പറഞ്ഞ ആപ്പിനകത്ത് കിട്ടും. മലയാളി എന്തോ നിലവറ അല്ല, മലയാളി കട എന്ന് പറഞ്ഞൊരു ആപ്പ്.
ഉണ്ടോ? ഒരു ആനക്കുട്ടിയുടെ പിക്ചർ ലോഗോ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ആനക്കുട്ടിയുടെ ലോഗോ വെച്ചിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, മലയാളിക്കട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് കിട്ടും. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതിനകത്ത് നമുക്ക് സാധനങ്ങൾ കിട്ടും, നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ നെറ്റോയിലും ഇടയ്ക്കലൊക്കെ ഉണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചക്കറികൾ സാധാരണ നമ്മളുടെ ഇടയ്ക്കിലൊക്കെ കിട്ടുന്ന ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, വഴുതനങ്ങ, ഓർഡേഴ്സ് എല്ലാം കിട്ടും. ഉരുളക്കിഴങ്ങ്, സവോള, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കിട്ടുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിൽ പോയാൽ നമുക്ക് പച്ചക്കറികളെല്ലാം കോവയ്ക്ക, വെണ്ടയ്ക്ക, വാഴയ്ക്ക, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ പച്ചക്കറികളും നമുക്ക്, കറിവേപ്പില എല്ലാം നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ കിട്ടും. അതെ. പിന്നെ എന്താ ചേച്ചി കമന്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്? പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടോയെന്ന്, എല്ലാ സ്ഥലങ്ങളും കാണാൻ പോയെന്ന്. എല്ലാ സ്ഥലങ്ങളൊന്നും കാണാൻ പോയിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ ചെറിയൊരു തോട് കണ്ടേ. ആ തോട്ടിലെ വെള്ളം കണ്ട നല്ല രസമുണ്ട് വെള്ളം കാണാനായിട്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ നല്ല കിടുകിടാ തണുപ്പ്, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റുന്ന ദൂരത്തുള്ളതൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ മ്യൂണിക്കിൽ ഞാൻ ഒരു വട്ടം പോയതേ ഉള്ളൂ. ഒരുപാട് കാണാനുണ്ട് പള്ളികൾ. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ബെർലിൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയത്തില്ല എങ്ങനെയാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടും കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ സമയം എത്ര മണിയായി? ഇവിടെ ഇപ്പൊ 8:18 കേട്ടോ. പട്ടാപ്പകല് പോലെ ഇരിക്കും, ഒരുപാട് വെളുത്തിരിക്കും. 8 മണിയായപ്പോഴാണ് ഞങ്ങൾ കാപ്പി കുടിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു, അപ്പൊ നല്ല തണുപ്പ്, അതുകൊണ്ട് ഞങ്ങൾ കാപ്പി കുടിച്ചതാണ്. അതെ, കാപ്പി കുടിക്കുകയാണ്. പിന്നെ വേറെ നാട്ടില് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ വെക്കേഷനോ, പക്ഷെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് 22 ഡേയ്സ് 22 ദിവസമേ അവധിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി 22 ദിവസത്തേക്ക് മാത്രം, 22 ദിവസം നമുക്ക് അടുപ്പിച്ച് കിട്ടത്തുമില്ല. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജും ഭയങ്കരമായതുകൊണ്ട് തൽക്കാലത്തേന് ഇപ്പോൾ നമുക്ക് ഈ വർഷത്തെ വെക്കേഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തേക്കാണ്. ക്യാൻസൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 22 അടുപ്പിച്ച് കിട്ടത്തില്ല. ഇപ്പം ഇവരിപ്പോൾ തന്ന പ്രകാരം 22 അടുപ്പിച്ചല്ല തന്നിരിക്കുന്നത്. വേണമെങ്കിൽ അവർ തരും, നമ്മൾ പോകുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളോട് അവർ പറഞ്ഞു ഇപ്പം നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് നാട്ടിൽ പോകാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഇപ്പം ഞങ്ങൾ വന്നിട്ട് 2 മാസം കഴിഞ്ഞില്ലുള്ളൂ. അപ്പോൾ അതെ, അതുകൊണ്ട് ഇപ്പം ഇനി അടുത്ത വർഷത്തേക്ക് നാട്ടിലോട്ട് വരാമെന്ന് വിചാരിക്കും. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളത് നിങ്ങൾ കമൻസിലിടും, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരു പുതിയ ഭാഷ നമ്മൾ പഠിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലോണം അത് ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഹാർഡ് വർക്കാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. അതെ. ഇപ്പോൾ ഷീന ചേച്ചിയുടെ ഒക്കെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീന ചേച്ചിയുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടിരിക്കുന്നത് എല്ലാവരും. ഷീന ചേച്ചി മാത്രമല്ല, എല്ലാവരും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഓരോരുത്തരുടെ കഴിവാണ് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതും. ചിലർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, ചിലർക്ക് കുറച്ച് പതുക്കെ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലാണ്. പിന്നെ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. B2 എനിക്കറിയത്തില്ല എത്ര എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതെ, എത്രത്തോളം പറഞ്ഞു കേട്ടിടത്തോളം നല്ല ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് കൂടി ആയതുകൊണ്ട് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. അപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെന്നാണ്. പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ്. എനിവേ ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം എന്ന് വിചാരിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.